നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മെ വളരെയധികം അലട്ടുന്ന ഒരു രോഗമാണല്ലോ അർബുദം. ഈ ക്യാൻസർ രോഗം അതിന്റെ ചികിത്സാ രീതിയും സാധാരണക്കാർക്ക് താങ്ങുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ചികിത്സാ ചെലവുകൾ നമുക്ക് അപ്രാപ്യമായി വരികയാണ്. ഈ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളോടുകൂടി ഒരു ഓങ്കോളജി ക്ലിനിക്ക് മാങ്ങാനം മന്ദിരം ആശുപത്രിയിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പാലാ മാർസ്ലീവ മെഡിസിറ്റിയുമായി ചേർന്നുകൊണ്ട് അവരുടെ സഹായത്തോടുകൂടി ഒരു ഓങ്കോളജി ക്ലിനിക്ക് മന്ദിരത്തിലെ ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചികിത്സയിൽ ആവശ്യമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി പാലാ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ആൻസി മാത്യു ഓങ്കോളജി ക്ലിനിക്കിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രാരംഭമായി എല്ലാ മാസവും തിങ്കളാഴ്ച ദിവസമാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും ക്ലിനിക്കില് പരിശോധനയും അതോടൊപ്പം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങും സൗജന്യമായി നടത്തത്തക്ക രീതിയിൽ ആലോചിക്കുന്നു. ഒരു ലോഞ്ചിങ് ഇനീഷ്യേറ്റീവായിട്ട് 80 ആളുകൾക്കെങ്കിലും സൗജന്യമായി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് നടത്തുവാനും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് സാധാരണ ജനങ്ങളെ പ്രാപ്തരാക്കുകയും ഈ ക്യാൻസർ രോഗത്തിന്റെ നിർണയ കാര്യങ്ങളിൽ അവരെ സജീവമായി പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത് ഈ ക്ലിനിക്കിന്റെ ഭാഗമാണ്. മാർസ്ലീവ മെഡിസിറ്റിയിലെ വിദഗ്ധരായ ഡോക്ടർമാരും മന്ദിരം ആശുപത്രിയിലെ ഡോക്ടർമാരും ചേർന്ന് ഈ ക്ലിനിക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധനകൾ നടത്തുകയും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമെങ്കിൽ പിന്നീട് കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സാ രീതികൾ ഈ മന്ദിരം ഓങ്കോളജി ക്ലിനിക്കിൽ നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അനുസരിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. ഫെബ്രുവരി 2-ാം തീയതി രാവിലെ 11 മണിക്ക് ഈ ഓങ്കോളജി ക്ലിനിക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കോട്ടയത്തിലെ പ്രിയപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പും ചടങ്ങിൽ സംബന്ധിക്കുന്നതാണ്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ഓങ്കോളജി ക്ലിനിക്കിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമായ, സാധാരണക്കാരുടെ ചികിത്സകൾക്ക് സഹായകമായ ഒരു യൂണിറ്റായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.